കൂട്ടക്കൊലപാതക കേസ് പ്രതി ഋതു ജയന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൂടി ചേർന്നുണ്ട്. വിഷ്ണു, എല്ലാവരും ഒരുപോലെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. ചേന്ദമംഗലം കൂട്ടക്കൊലപാതകം, ഒരു വീട്ടിലെ തന്നെ 3 പേരെ കൊലപ്പെടുത്തിയ പ്രതി ഋതു ജയന് ഇപ്പോൾ ഇതാ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? നാടിനെ നടുക്കിയ കൂട്ടക്കൊലയായിരുന്നു ചേന്ദമംഗലത്ത് നടന്നത്. ഋതു ജയൻ എന്ന അയൽവാസി അപ്പുറത്തെ വീട്ടിലുള്ള 3 പേരെ, ഉഷ, ഇനീഷ, വേണു തുടങ്ങിയ 3 പേരെയാണ് തലക്കടിച്ച് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊലപ്പെടുത്തിയത്. 4ാമത്തെ ജിതിനെ, വീട്ടിലുണ്ടായിരുന്ന ജിതിൻ എന്ന യുവാവിനെ അടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. 1 വർഷത്തിനിപ്പുറം പക്ഷേ പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് എന്നുള്ള ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഋതു ജയന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഋതു നാളെയോ മറ്റന്നാളോ പുറത്തിറങ്ങും. പക്ഷേ ഇത് കേസിന്റെ വിചാരണയും മുന്നോട്ട് പോക്കിനെ ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. എത്രയും പെട്ടെന്ന് വിചാരണ തുടങ്ങാനാകും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നടുക്കിയ ഒരു കൊലപാതകത്തിലെ ഒരു കൊടും കുറ്റവാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾക്കാണ് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോകുന്നത്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തകൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.